നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ഇന്ന് സൗത്ത് കൊറിയക്കെതിരെ കളിക്കാനിറങ്ങിയാണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 സിയോളിലാണ് ഈ മത്സരം നടക്കുന്നത്. മത്സരത്തിൽ ബ്രസീൽ 4-2-4 ഫോർമേഷനിൽ കളിക്കളത്തിൽ ഇറങ്ങുമെന്നും മുന്നേറ്റത്തിൽ വിനി ജൂനിയറും മാത്യൂസ് കുഞ്ഞയും എസ്റ്റവായോയും റോഡ്രിഗോയുമായിരിക്കും ഉണ്ടാവുക എന്നുമൊക്കെ ഇന്നലെ തന്നെ പുറത്തേക്ക് വന്നതാണ്. അതേസമയം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വേൾഡ് കപ്പിന് പോകുന്ന ഓരോ ബ്രസീൽ താരത്തിൻ്റെയും ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്ന് കൃത്യമായിട്ട് ആഞ്ചലോട്ടി പറയുകയുണ്ടായി. ആഞ്ചലോട്ടി പറഞ്ഞു, ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും വേൾഡ് കപ്പിന് പോകുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ലക്ഷ്യത്തെക്കുറിച്ച് വേണം മനസ്സിലാക്കാൻ. അത് വളരെ ക്ലിയറാണ്. വി ഹാവ് ടു വിൻ ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് നേടുക എന്നുള്ളതാണ്. അല്ലാതെ വേൾഡ് കപ്പിൽ ബെസ്റ്റ് പ്ലെയർ ആവുക അല്ലെങ്കിൽ ലോകത്തെ ബെസ്റ്റ് പ്ലെയർ ആവുക എന്നുള്ളതല്ല. ഓരോ പ്ലെയേഴ്സും അവർ വേൾഡ് കപ്പ് വിൻ ചെയ്യണം എന്ന് ചിന്തിക്കണം. അങ്ങനെയുള്ളവരെയാണ് എനിക്ക് വേണ്ടത്. നോട്ട് ടു ബി ദി ബെസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ ലോകത്ത് ബെസ്റ്റ് പ്ലെയർ ആവണം എന്ന് ചിന്തിക്കുന്ന കളിക്കാരനല്ല എനിക്ക് വേണ്ടത് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. അതായത് ടീം ഗെയിം കളിക്കുക, ടീമിനെ വിജയിപ്പിക്കുക, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കളിക്കാരെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ലോകത്തെ ബെസ്റ്റ് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേൾഡ് കപ്പ് എടുക്കാതെ എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. ഏതായാലും അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 കുളപ്പുകളിൽ ഞാനത് കണ്ടതാണ്. ഇനി ഇമ്പ്രൂവ് ആവേണ്ടത് വിത്ത് ബോൾ പൊസിഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലാണ്. ടീം ഇൻഡിവിജ്വൽ ക്വാളിറ്റി ടീമിനുണ്ട്, അത് കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട്. ഒരുപാട് ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ഉള്ള ടീമാണ്. നമുക്ക് 4 അറ്റാക്കേഴ്സിനെയോ 3 അറ്റാക്കേഴ്സിനെയോ 5 അറ്റാക്കേഴ്സിനെയോ ഒക്കെ വെച്ച് കളിക്കാം. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കളിക്കളത്തിൽ ക്വാളിറ്റി കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ടീമിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ അറ്റ്മോസ്ഫിയറാണ്. വളരെ പോസിറ്റീവാണ്. കാരണം പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും അവരുടെ പ്രൊഫഷണലിസവും ഒക്കെ വളരെ മികച്ചതാണ് എന്നുകൂടി ആഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.